ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട്, അതോടൊപ്പം തന്നെ മുടി നന്നായിട്ട് തഴച്ച് വളരാൻ വേണ്ടിയിട്ട്, മുടിക്ക് ഉള്ളു കിട്ടാനായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉലുവയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞ് ടീസ്പൂണിൽ ഞാനൊരു 5 ടീസ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉലുവ നമ്മുടെ ഓരോരുത്തരുടെ മുടിയുടെ ലെങ്ത്തിനും തിക്കിനും അനുസരിച്ചിട്ട് എടുക്കാം. ഇത് തലേ ദിവസം ചെയ്ത് വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇനി ആവശ്യത്തിനുള്ള ഉലുവ എടുത്തിട്ട് നന്നായിട്ട് 2-3 തവണ കഴുകി ഇതേപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുതിർക്കാനായിട്ട് വേണ്ടത് തൈരാണ് കേട്ടോ. അപ്പോൾ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും. സാധാരണയായിട്ട് നമ്മൾ എടുക്കാറ് ഒന്നെങ്കിൽ കഞ്ഞിവെള്ളം, അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളമാണ്. അപ്പോൾ തൈര് ഉപയോഗിക്കുമ്പോൾ നമുക്ക് താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ചൊറിച്ചലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും മുടിക്ക് സ്മൂത്ത് ആൻഡ് ഷൈനി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കുതിർത്തിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഇതേ പിറ്റേ ദിവസമായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ഉലുവ ഈ ഒരു തൈരിൽ കിടന്നിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തൈര് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, വേറെ ഒന്നും ഇതിന് പകരമായിട്ട് ഉപയോഗിക്കരുത്. ഇനി ഇതേ രീതിയിൽ കുതിർത്തിട്ടിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മുരിങ്ങയിലയാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഒരു പിടിയോ അല്ലെങ്കിൽ 2 പിടിയോളം നമുക്ക് ഇതേപോലെ എടുക്കാം. ഇതിന്ന് ഉരിഞ്ഞെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. മുരിങ്ങയിലയായാലും നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അകാല നിരയുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും മുടിയുടെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു മുരിങ്ങയില സഹായിക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മുരിങ്ങയില ഇതേപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉലുവയും ആ ഒരു തൈരിൻ്റെ കൂട്ടും ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഒട്ടും അരയുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം അല്ലെങ്കിൽ തൈര് തന്നെ ചേർത്തിട്ട് ഇതേ രീതിയിൽ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ അരച്ചപ്പോൾ അതേ കുറച്ചിങ്ങനെ കട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഉലുവ പിന്നെ ഇരിക്കും തോറും ഒന്ന് കട്ടയും, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു ബൗൾ വയ്ക്കുക. അതിലേക്ക് നല്ല വൃത്തിയുള്ളൊരു തുണിയും കൂടി വിരിച്ചു കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഈ ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് കട്ടി ആയതുകൊണ്ട് ലാസ്റ്റ് ഞാൻ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിയാവുമ്പോൾ നമുക്ക് അരിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് വെള്ളം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ആയാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ചേർത്തിട്ട് ഇതേപോലെ നമുക്ക് ഇതിനെ ഒന്ന് അരിച്ചിട്ടെടുക്കാം. പിന്നെ അരിച്ചെടുക്കാതെ ഈ ഒരു പാക്ക് ഒരിക്കലും ഉപയോഗിക്കരുത്. കാരണം ഉലുവ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റൊക്കെ ഒട്ടിപ്പിടിക്കുമ്പോൾ നമുക്ക് ചൊറിച്ചലും അതേപോലെ തന്നെ താരൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനായിട്ട് ഇതേപോലെ തുണിയിൽ നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അതേ പാക്ക് നമ്മളിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചേർത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇതേപോലെ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ആ കട്ടകളൊക്കെ മാറിയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് പോലെ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മിക്സിയിൽ അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ ആവശ്യമില്ല, നമുക്ക് ഇതേപോലെ സ്പൂണായിട്ട് തന്നെ ഉപയോഗിച്ചാലും മതിയാവും. ഇനി നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ എന്നും പറയുന്ന പോലെ മുടിയിൽ എന്തെങ്കിലും ജട ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയാം കേട്ടോ. നൈറ്റ് ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ അങ്ങനെ ജടയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് ഒന്നും ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ മുടി ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മാത്രം ഓയിൽ ഇതേപോലെ എടുക്കുക. എന്നിട്ട് നമ്മുടെ മുടിയുടെ ലെങ്ത്തിൽ ആദ്യം കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. മുടിയുടെ അറ്റത്തും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഇനി സ്പ്ലിറ്റൻസ് ഒക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഈ ഒരു രീതി സഹായിക്കും. ഇനി കുറച്ചും കൂടി എണ്ണ എടുക്കുക. അത് നമ്മുടെ സ്കാൽപ്പിൽ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് മാത്രം ഓയിൽ എടുത്തിട്ട് ഇതേപോലെ നമ്മുടെ സ്കാൽപ്പിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് ഈ ഒരു രീതി സഹായിക്കും. പിന്നെ ഉലുവ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് നന്നായിട്ട് ഡ്രൈ ആക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ടും ഈ ഒരു രീതി ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ മുടിയിൽ ഓൾറെഡി ഓയിലി ആയിട്ട് ഇരിക്കുന്നെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു പാക്ക് ഒന്നുകൂടി ഒന്ന് കൈയിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കാരണം ഒന്ന് ചെറുതായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു പാക്ക് നമ്മുടെ സ്കാൽപ്പിൽ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ആദ്യം തന്നെ തേക്കുമ്പോൾ നല്ലൊരു തണവാണ് കേട്ടോ നമ്മുടെ തലയ്ക്ക് കിട്ടുന്നത്. സ്കാൽപ്പ് ഫുള്ളും ഇതേപോലെ ഓരോ സെക്ഷനാക്കി കൊടുക്കുക. ഈ ഒരു പാക്ക് ഫുള്ളായിട്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിലും ബാക്കിയുള്ളത് നമ്മുടെ മുടിയുടെ ലെങ്ത്തിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ടെങ്കിലും ഉപയോഗിക്കുന്നത് നല്ലതാണ്. നന്നായിട്ട് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുടിക്ക് തീരെ ഉള്ളു കുറവാണ് അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ 2 തവണ വെച്ചിട്ട് ഉപയോഗിക്കാം. നന്നായിട്ട് തന്നെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാക്ക് കൊണ്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ മാത്രമല്ല കേട്ടോ കുറേ, നന്നായിട്ട് തന്നെ നമ്മുടെ മുടിക്ക് ഉള്ളു കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മുടിയുടെ ടെക്സ്ചറൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. കൂടാതെ തന്നെ നമുക്ക് അകാലനര ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും, ഇനി അതേപോലെ മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നമോ, ഇനി നിങ്ങൾക്ക് തീരെ മുടിക്ക് ഉള്ളു വെക്കുന്നില്ല, നീളം വെക്കുന്നില്ല, അങ്ങനത്തെ ഒക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഈ ഒരു പാക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ മതിയാവുള്ളൂ കേട്ടോ. മറക്കാതെ നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പാക്ക് മുടിയിൽ ഇതേപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുത്തതിന് ശേഷം എല്ലായിടത്തും ആകുന്ന രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പം തന്നെ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ മാറ്റാൻ വേണ്ടിയിട്ട് മുടിയാണ് സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് നേരമെങ്കിലും വെക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. കഴുകിക്കളയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി കൂടുതൽ വെള്ളം എടുത്തിട്ട് കഴുകിക്കളയാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഉലുവ ആയതുകൊണ്ട് തന്നെ സ്കാൽപ്പിൽ നിന്നും മുടിയിൽ നിന്നും പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് കുറച്ചധികം വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാം. ഈ ഒരു പാക്ക് കഴുകി കളഞ്ഞതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ. നന്നായിട്ട് തന്നെ നമ്മൾ തേച്ച് കൊടുത്ത ഓയിലൊക്കെ പോയിട്ടുണ്ട്, എന്നാൽ ഒട്ടും തന്നെ നമ്മുടെ മുടിയെ ഡ്രൈ ആക്കിയിട്ടുമില്ല. ആ ഒരു രീതിയിലാണ് കേട്ടോ ഇപ്പോൾ മുടി കെടുക്കണത്. അതേപോലെ തന്നെ മുടിക്കൊരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടാനായിട്ട് ഈ ഒരു പാക്ക് സഹായിച്ചിട്ടുണ്ട്. നല്ലൊരു ഉള്ളു വെച്ച ഫീലും ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഇതിൽ മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു പാക്ക് ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നന്നായിട്ട് മുടി കൊഴിച്ചിൽ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഒരു പാക്ക് ആഴ്ചയിൽ 2 തവണയും, അല്ലാത്തവരാണെങ്കിൽ ആഴ്ചയിൽ 1 തവണയെങ്കിലും എന്തായാലും ഒന്ന് ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഒന്ന് പറയാം കേട്ടോ. 1 മാസം ഈ ഒരു പാക്ക് ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും മറക്കാതെ 1 തവണയെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യാം. ഈ ഒരു പാക്ക് യൂസ് ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് ഇതിൻ്റെ താഴെയായിട്ടൊന്ന് കമൻറ്റും കൂടി ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.